സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദ നിയമനക്കത്തിൽ വിശദീകരണവുമായി IC ബാലകൃഷ്ണൻ MLA. യോഗ്യതയുണ്ടായിട്ടും അർബൻ ബാങ്കിൽ ജോലി നിഷേധിച്ച സാഹചര്യത്തിലാണ് KV ബാലകൃഷ്ണന്റെ മകൾക്കായി ശുപാർശ കത്ത് നൽകിയത്. തനിക്കെതിരെ CPIM നടത്തുന്ന വ്യാജ പ്രചാരണമാണെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. തോൽപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന KV ബാലകൃഷ്ണൻ അദ്ദേഹം എന്നെ സമീപിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ജില്ലാ രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ മകൾക്ക് SC/ST ഉൾപ്പെടുത്തി ജോലി കൊടുക്കണമെന്ന് ഓർഡർ നൽകിയിട്ടും അർബൻ ബാങ്കിൽ അവർക്ക് ജോലി നിഷേധിച്ച സാഹചര്യത്തിലാണ് എന്നെ സമീപിക്കുന്നത്. എന്നെ സമീപിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരു കത്ത് എനിക്ക് തരണമെന്ന് പറയുകയും ഞാൻ ആ കത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. മാത്രമല്ല NM വിജയേട്ടന്റെ മകനെ ജിജേഷിനെ പിരിച്ചുവിടണം എന്നും ജോലി കൊടുക്കേണ്ട എന്നും ഞാൻ എവിടെയും ആർക്കും ഒരു ശുപാർശ നൽകിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ NM വിജയന്റെയും മകന്റെയും മരണത്തെ തുടർന്നാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. അവിടുത്തെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെയും ഈ കത്തുകളൊക്കെയും ഇന്നലെ പുറത്തു വരികയും ചെയ്തു. എന്താണിപ്പോൾ MLA യുടെ വിശദീകരണം? ഗോകുൽ, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് പുറത്തു വന്നത്. അതായത് IC ബാലകൃഷ്ണൻ ശുപാർശ നൽകുന്ന ഒരു കത്താണ്. ഈ കത്തുമായി ബന്ധപ്പെട്ട് CPIM പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന, അർബൻ ബാങ്കിലേക്ക് നിയമനത്തിന് ശുപാർശ ചെയ്യുന്ന ഒരു കത്താണ് ഇത്. ഈ കത്ത് കോൺഗ്രസിന്റെ നേരത്തെ മണ്ഡലം പ്രസിഡന്റായിരുന്ന KV ബാലകൃഷ്ണന്റെ മകൾക്ക് നിയമനത്തിന് വേണ്ടി, സൂപ്പർ നിയമനത്തിന് വേണ്ടി ഉള്ള ഒരു കത്തായിരുന്നു ഇത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. ഇത് കോഴ വാങ്ങിയാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഇതെല്ലാം തന്നെ ഉയർന്നു. പക്ഷേ ഇന്ന് രാവിലെ ഈ ബാലകൃഷ്ണൻ തന്നെ ഇത് നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു കോഴ കൊടുത്ത് ജോലി നേടേണ്ട ആവശ്യം തന്റെ മകൾക്കില്ല. അവർ റാങ്കിൽ ഒന്നാമതായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും 2016 ഇതുമായി ബന്ധപ്പെട്ട പത്രപരസ്യം വന്നത്. പത്രപരസ്യം കണ്ടാണ് ഇവർ പരീക്ഷ എഴുതിയത് എന്നുള്ളതാണ് പറയുന്നത്. അനില എന്നാണ് ഈ ഉദ്യോഗാർത്ഥിയുടെ പേര്. അവർ പരീക്ഷ എഴുതി. റാങ്ക് ലിസ്റ്റിൽ, ജനറൽ റാങ്ക് ലിസ്റ്റിൽ 9ാമതും SC റാങ്ക് ലിസ്റ്റിൽ 1ാമതുമായിരുന്നു പേര്. എന്നിട്ടും നിയമനം നൽകാൻ തയ്യാറായില്ല. ഈ റാങ്ക് ലിസ്റ്റ് മറികടന്നും അവിടെ അർബൻ ബാങ്കിൽ നിയമനം തുടരുകയായിരുന്നു എന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. എന്നിട്ട് ഇവർ അതിനുശേഷം 2018 കൂടി ഇവർ ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിനെ സമീപിച്ചു. സഹകരണ വകുപ്പിനെ സമീപിച്ച ഘട്ടത്തിൽ സഹകരണ വകുപ്പ് ഇവർക്ക് അനുകൂലമായി ഒരു കത്ത് കൈമാറി. ആ കത്ത് വെച്ചുകൊണ്ടും നടപടി ഉണ്ടായില്ല. ആ ഉത്തരവ് വെച്ചുകൊണ്ടും നടപടി ഉണ്ടായില്ല. തുടർന്നാണ് ഇവർ IC ബാലകൃഷ്ണനെ സമീപിച്ചത്. അന്ന് IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരുന്നു. IC ബാലകൃഷ്ണന്റെ ഒരു കത്ത് ഇവർക്ക് ജോലി നൽകണം, ഇവർക്ക് യോഗ്യതയുണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു കത്ത് നൽകി. പക്ഷേ ആ കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇവർ കോടതിയിൽ പോയി. അതിന്റെ നിയമവ്യവഹാരങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു തസ്തികയിലേക്ക്, അതായത് പ്യൂൺ തസ്തികയിലേക്ക് ഒരു പരീക്ഷ നടന്നു. ആ പരീക്ഷയിൽ ഇവർ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ അർബൻ ബാങ്കിൽ ജോലി ചെയ്യുകയാണ് അനില. ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഇടപെടലും താൻ നടത്തിയിട്ടില്ല. പക്ഷേ പാർട്ടി നേതാവിന്റെ മകളാണ്, ആ മകൾക്ക് വേണ്ടി ശുപാർശ ചെയ്തു എന്നതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ശുപാർശ കത്ത് നൽകിയിട്ടും ജോലി നൽകാൻ വേണ്ടി അന്നത്തെ ബാങ്ക് ഭരണസമിതി തയ്യാറായില്ല. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയാണ് ഇവർക്ക് ജോലി ലഭിച്ചത് എന്നും ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം IC ബാലകൃഷ്ണൻ പറയുന്നത്, NM വിജയന്റെ മകൻ ജിജേഷിന് ജോലി നൽകരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തനിക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യാജ പ്രചരണമാണ് CPIM നടത്തുന്നുള്ള ഒരു വിഷയം കൂടി IC ബാലകൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ട്. ഗോകുൽ, ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നലെ പുറത്തു വന്ന കത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ IC ബാലകൃഷ്ണന്റെ വിശദീകരണം.